ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്യുന്നവരാണോ? ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്തുകൊണ്ട് എത്ര നാൾ കൊണ്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാൻ സാധിക്കും? വ്യൂസ് ലഭിക്കാത്തത് കൊണ്ടാണോ നിങ്ങൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത്? അതുപോലെ നിങ്ങൾ യൂട്യൂബിൽ നിന്നും വരുമാനം ആഗ്രഹിക്കുന്നവരാണോ? നിങ്ങൾ ഫോളോ ചെയ്യുന്ന രീതി ശരിയാണോ? അപ്പോൾ ഇതിനെയൊക്കെ പറ്റിയുള്ള ഒരു ഫുൾ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ പേര് ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും അതിനോടൊപ്പം തന്നെ ഹൈപ്പും തരാനും മറക്കരുത്. ഇപ്പോൾ പുതിയ ക്രിയേറ്റേഴ്സ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവരൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ചാനലിൽ ആദ്യം അവർ അപ്ലോഡ് ചെയ്യുന്നത് ഷോർട്ട് വീഡിയോസ് ആയിരിക്കും. ഇങ്ങനെ നിങ്ങൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ തുടക്കത്തിൽ തന്നെ ചിലർക്ക് കുറച്ച് വ്യൂസ് ഒക്കെ ലഭിക്കും. ഇപ്പോൾ അതായത് ഏകദേശം തുടക്കത്തിൽ നിങ്ങൾക്ക് 1K 2K വ്യൂസ് ഒക്കെ ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്യുന്നതിൽ നിങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യും. കാരണം ഈ തുടക്കത്തിൽ നമുക്ക് 1K 2K വ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്. ഇങ്ങനെ തുടർച്ചയായി നിങ്ങൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾ കൊണ്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആകുമെന്ന് നിങ്ങൾക്കറിയാമോ? യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ അനുസരിച്ച് 3 മാസത്തിനകം 3 മില്യൺ വ്യൂസ്, അതായത് 30 ലാക്ക് വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഹാഫ് മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കുമോ? ഉറപ്പായിട്ടും ലഭിക്കും. നിങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ആരെങ്കിലും നിങ്ങൾക്ക് സൂപ്പർ ചാറ്റോ മെമ്പർഷിപ്പോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏണിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സിൽ ആർട്സിലൂടെയുള്ള റവന്യൂ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് 3 മാസത്തിനുള്ളിൽ 10 മില്യൺ വ്യൂസ് ഉണ്ടായിരിക്കണം. ആ 10 മില്യൺ വ്യൂസ് എന്ന് പറഞ്ഞാൽ 100 ലാക്ക് വ്യൂസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആർട്സിന്റെ ഫ്യൂച്ചേഴ്സ് നമുക്ക് ഓണാക്കി ആർട്സിൽ നിന്നും, അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് കിട്ടുന്ന വ്യൂസിൽ നിന്നുള്ള നമുക്ക് ഏണിങ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചി ഞാൻ എൻ്റെ ചാനലിൽ ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതിലെനിക്ക് 5K 10K വ്യൂസ് ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് മോണിറ്റൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അല്ലേ എന്നൊക്കെ. ഇങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, യൂട്യൂബ് ഈ ഇടയായി കൊണ്ടുവന്ന പുതിയ മോണിറ്റൈസേഷൻ അപ്ഡേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഈ കാണിക്കുന്ന വ്യൂസ് അല്ല മോണിറ്റൈസേഷൻ, അതായത് നിങ്ങളുടെ വീഡിയോയിൽ കാണിക്കുന്ന വ്യൂസ് അല്ല മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് കൗണ്ട് ചെയ്യുന്നത്, പകരം എൻഗേജ്ഡ് വ്യൂസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സൈഡ് സ്ക്രീനിലൂടെ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കാണിക്കാം. ഞാൻ ഇവിടെ കാണിക്കുന്ന ഷോർട്ട് വീഡിയോയ്ക്ക് എനിക്ക് ലഭിച്ചത് 19,000-ൽ പരം വ്യൂസ് ആണ്. എന്നാൽ എനിക്ക് എൻഗേജ്മെന്റ് വ്യൂസ് എത്രയായിരിക്കും ലഭിച്ചത് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. മുകളിലായിട്ട് ഓവർവ്യൂ, തൊട്ട് അടുത്തായിട്ട് റീച്ച്, അതിനടുത്തായിട്ട് എൻഗേജ്മെന്റ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വെറും 14,000 വ്യൂസ് ഒക്കെയാണ് എനിക്ക് ആ ഒരു വീഡിയോസിന് ലഭിച്ചത്. അപ്പോൾ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് എനിക്ക് കൗണ്ട് ചെയ്യുന്നത് ഈ 14,000 വ്യൂസ് ആയിരിക്കും. അല്ലാതെ നമ്മുടെ വീഡിയോയുടെ ഫ്രണ്ടിൽ കാണുന്ന വ്യൂസ് അല്ല മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് കൗണ്ട് ചെയ്യുന്നത്. ഷോർട്ട് വീഡിയോ പറ്റി ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിന്റെ പിന്നിലെന്ന് പറഞ്ഞാൽ, നിങ്ങൾ യൂട്യൂബിൽ നിന്നൊരു ഏണിങ്സ് ആഗ്രഹിച്ചാണ് നിങ്ങളുടെ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ഷോർട്ട് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യാതെ ലോങ് വീഡിയോസ് കൂടെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പലരും പറയുന്നത് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂസ് ഒട്ടും തന്നെ ലഭിക്കുന്നില്ല. ഞാൻ 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കുന്നത് 10 വ്യൂസ് 12 വ്യൂസ്, കൂടിപ്പോയാൽ 50 100 വ്യൂസ് ഒക്കെയാണ് ലഭിക്കുന്നത്. എന്നാൽ ആ സമയം ഞാനൊരു 1 മിനിറ്റോ 1.5 മിനിറ്റോ ഒക്കെ ഉള്ള ഒരു ഷോർട്ട് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കുന്നത് 10K 12K ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ എനിക്ക് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് ഒട്ടും തന്നെ ലഭിക്കുന്നില്ല. എന്നാൽ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ചാനൽ ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷം ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനനുസരിച്ച് എൻ്റെ ലോങ് വീഡിയോയുടെ വ്യൂസും കൂടുമായിരിക്കും എന്നൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, കാരണം നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ വർക്ക് ചെയ്യുന്ന രീതി തെറ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, യൂട്യൂബിന്റെ അൽഗുരിതം എന്ന് പറയുന്നത് ഷോർട്സിന്റെ അൽഗുരിതം അല്ല ലോങ് വീഡിയോസിനുള്ള അൽഗുരിതം. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ, അതായത് ഒരു 500 വ്യൂസ് 1000 വ്യൂസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഷോർട്ട് വീഡിയോ അവിടെ സ്റ്റക്ക് ആവുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റക്ക് ആവുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ വ്യൂവേഴ്സിന്റെ ഹോം പേജിലേക്ക് യൂട്യൂബ് നമ്മുടെ ആ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ റെക്കമെൻഡ് ചെയ്യും.
അതിൽ എത്രത്തോളം ആൾക്കാർ ആ വീഡിയോസ് കാണുന്നോ, അല്ലെങ്കിൽ എത്ര ലൈക്ക് കിട്ടി, നമ്മുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ എത്രയുണ്ട്, അതുപോലെ CTR റേറ്റ്, അതായത് ക്ലിക്ക് ത്രൂ റേറ്റ് എത്രയൊക്കെയാണ് എന്നൊക്കെ നോക്കിയിട്ടാണ് യൂട്യൂബ് നമ്മുടെ ഷോർട്ട് വീഡിയോസ് കൂടുതൽ പേർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിപ്പോ നമ്മുടെ ഷോർട്ട് വീഡിയോസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിരിക്കും ആദ്യം യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൽ കുറച്ച് പേര് നമ്മുടെ ഷോർട്സ് കാണുകയും ബാക്കിയുള്ളവർ സ്വൈപ്പ് ചെയ്ത് പോവുകയും ചെയ്താൽ യൂട്യൂബ് പിന്നെ ആ ഷോർട്സിന്റെ റെക്കമെൻഡേഷൻ കുറയ്ക്കും. അതുകൊണ്ടാണ് നമുക്ക് പിന്നെ നമ്മുടെ ഷോർട്ട് വീഡിയോസ്, അതായത് 500 വ്യൂസ് 1000 വ്യൂസിൽ സ്റ്റക്കായി നിൽക്കുന്നത്. എന്നാൽ ലോങ് വീഡിയോയുടെ അൽഗുരിതം ഇതിന് വിപരീതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കണ്ടന്റ് കാണാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ വ്യൂവേഴ്സിന്റെ ഹോം പേജിലേക്ക് യൂട്യൂബ് ഒത്തിരി തവണ ആ ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ റെക്കമെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഈ നമ്മുടെ പുതിയ യൂട്യൂബ് ക്രിയേറ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ചാനലിൽ ഷോർട്ട് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യാതെ ലോങ് വീഡിയോസ് കൂടെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. ലോങ് വീഡിയോസും അതിനോടൊപ്പം തന്നെ ലൈവ് സ്ട്രീമും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ആഴ്ചയിൽ 1, 2, 3 ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ വിജയിക്കാനായിട്ട് സാധിക്കും. യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഷോർട്ട് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്ത്, അതായത് നമ്മുടെ ചാനലിൽ 3 മില്യൺ വ്യൂസ് അല്ലെങ്കിൽ 10 മില്യൺ വ്യൂസ് വിത്തിൻ 3 മന്ത് കൊണ്ടുവരിക എന്നുള്ളത് കുറച്ച് പാടുള്ള കാര്യമാണ്. അത് കുറച്ച് പേർക്ക് മാത്രം പെട്ടെന്ന് സാധിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്നും പലരും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നതിലൂടെയും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിലൂടെ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതുപോലെ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്ക്, മോണിറ്റൈസേഷൻ സ്വന്തമായിട്ട് ചെയ്യാൻ അറിയില്ല എന്നുള്ളവർക്കും എൻ്റെ സഹായം തേടാവുന്നതാണ്. അതുപോലെ തന്നെ ആഡ്സെൻസിലെ എറർ എന്തെങ്കിലും ഉണ്ടാവുക, US ടാക്സ് ഫോം ഫിൽ ചെയ്യാൻ അറിയാത്തവർക്കും ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ അറിയാത്തവർക്ക്, അങ്ങനെയുള്ള എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എൻ്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.